അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഭൂരിപക്ഷം ആളുകളും നേരം പോക്കിൽ മാത്രം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു കല്ലുമാല ടീമിൻ്റെ ഇതുപോലുള്ള സ്ഥാപനത്തിലെ സന്ദർശനത്തിന് ആദ്യമായിട്ട് ഇവിടെ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടെന്നും ഇവിടുത്തെ ആളുകളുമായിട്ട് സംവദിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. അതിലൊക്കെ ഉള്ള സന്തോഷവും അഭിനന്ദനവും പ്രത്യേകമായിട്ട് രേഖപ്പെടുത്താറുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഏകദേശം നല്ല ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ ഇതിൻ്റെ മാനേജ്മെന്റ് ടീമൊക്കെ എഴുതി സംസാരിച്ച് വിളിക്കുമ്പോൾ ഉന്നയിച്ചൊരു സംഗതിയാണ്. ഒരു 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഈ വൃദ്ധസദനങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ വാർത്തകളൊക്കെ പല നാടുകളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിലൊക്കെ ഉണ്ടായിരുന്ന വൃദ്ധസദനങ്ങൾ നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്നു എന്നുള്ള രൂപത്തിലൊക്കെ പ്രകടനം പറയുന്നത് വിശേഷമായി. അന്ന് അതൊക്കെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ട് കാണുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ വൃദ്ധസദനം എന്നുള്ള പേരിട്ടിട്ട് ഇടാതെ തന്നെ ശരിക്ക് ഇത് സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ കാലത്ത് ഇതൊരു നിർബന്ധമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയും ആൻഡ്രോയിഡ് ഐഫോണുകളൊക്കെ നിലവിൽ വന്നതിന് ശേഷം ബന്ധങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ നമുക്കറിയാം. നമ്മുടെ വീടുകളിലുള്ള ബന്ധങ്ങളുടെ തന്നെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ വീടുകളിലുള്ള പ്രായം ചെന്ന ആളുകളുടെ അവസ്ഥ എത്രമാത്രം അവരെ പരിഗണിച്ചാലും, മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും എത്രമാത്രം അവരെ പരിഗണിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും അവരുദ്ദേശിക്കുന്ന ഒരു സന്തോഷം പലപ്പോഴും അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ശരിക്കും പഠനം നടത്തുന്നതാണ്. അപ്പൊ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ചെറിയ കുട്ടികളാണെങ്കിലും 10 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കൂടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അവരെക്കാൾ മുതിർന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇത് ഇപ്പോ ഹോസ്റ്റലുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ അറിയാം. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന വീട് റൂമിൽ ഒരു 4-5 ആളുകളൊക്കെ കൂടി താമസിക്കുമ്പോൾ, ഹോസ്റ്റലുകളിലൊക്കെ താമസിക്കുമ്പോൾ ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നുണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ ഈ പ്രായം ചെന്ന 70, 80, 90 വയസ്സായിട്ടുള്ള ആളുകളുടെ കൂട്ടുകെട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷം, ഈ ഒരു ആനന്ദം, ഈ ഒരു മനസ്സമാധാനം, ഇത് ഒരു പക്ഷേ വീടുകളിൽ നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല. അത് വീട്ടുകാരെ കുറ്റം പറയില്ല, അവർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ നിരക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്നത് ദുരുപയോഗം ചെയ്യാതെ നോക്കണം എന്നുള്ളൊരു സംവിധാനം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ സ്ഥാപനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ എനിക്ക് നോക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി തള്ളാം എന്നുള്ള ചിന്താഗതിയുമായിട്ട് വരുന്ന ആളുകളെ ഉദ്ദേശമല്ല. സ്വന്തം വീട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത ഹാപ്പിനെസ് ഇങ്ങനെ സ്ഥാപനത്തിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ സന്ദർശിക്കുകയും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെ ആ ഗ്രൂപ്പിലൊക്കെ ഉൾപ്പെടുത്തി ഇതുപോലുള്ള പരിപാടികളും ഔട്ടിങ്ങുകളൊക്കെ, ഇപ്പോൾ ഇവിടെ പിക്നിക്കുകളൊക്കെ കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും പലപ്പോഴും എത്ര ഉന്നതമായ സാമ്പത്തിക സ്ഥിതിയുള്ള വീടുകളിലെ ആളുകളാണെങ്കിൽ പോലും അവിടെയുള്ള പ്രായം ചെന്ന ആളുകളൊന്നും അധികവും അങ്ങനെ ഉണ്ടാവുന്നതായിട്ട് കാണാറില്ല. വളരെ കുറഞ്ഞ ആളുകളുണ്ട് കേട്ടോ. അത് സ്വന്തം മാതാപിതാക്കളുടെ ഒക്കെ ഹാപ്പിനെസ് കണ്ടാൽ നിൽക്കന്മാർന്ന് എത്രയോ കുടുംബങ്ങളുണ്ട്. അതൊന്നും അവഗണിച്ചുകൊണ്ട് പറയുന്ന സംഗതിയല്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്ന് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ
ഇത്തരം സ്ഥാപനങ്ങളിൽ വന്ന് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് ആ ഒരു സന്നദ്ധതയ്ക്ക് ഒരു പ്രത്യേകമായിട്ട് അഭിനന്ദനം കൊടുക്കാൻ വേണം. കാരണം ഈ ഹാപ്പിനെസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ടെൻഷന്, ദേഷ്യം, ഭയം ഇതൊക്കെ ആരും കൊടുക്കണ്ട, വെറുതെ വന്ന് കയറിക്കൊണ്ട് മനസ്സിലേക്ക്. പക്ഷെ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പ്രത്യേകിച്ച് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ഘട്ടത്തിലേക്ക് ഒരു സമയം കഴിഞ്ഞാൽ നമ്മളൊക്കെ വരുമെന്നുള്ളൊരു ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു ആദി അലട്ടാത്ത ഒരു മനുഷ്യനുണ്ടാകും. അത് മക്കളും പേരമക്കളൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ പോലും, സാമ്പത്തിക സ്ഥിതിയിലുള്ള കുടുംബങ്ങളാണെങ്കിൽ പോലും ഒരു പരിധി വരെ അവരുടെയൊക്കെ മനസ്സിലുണ്ടാവുന്ന ആളുകളും ഉണ്ടാവുന്നത്. അപ്പൊ അവര് ഒറ്റക്കെല്ലാം ബോധ്യപ്പെടുത്തുകയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷങ്ങളും ആനന്ദങ്ങളും വിനോദങ്ങളൊക്കെ അവർക്കും കൂടി നൽകുകയും ചെയ്യാൻ പറ്റുന്ന ഇത്തരം കൂട്ടായ്മകളുടെ ഈ സന്ദർശനങ്ങളും ഇവിടുത്തെ പരിപാടികളും ഒക്കെ വളരെയധികം പ്രശംസിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ഇതുപോലുള്ള 2-3 സ്ഥലങ്ങളൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്.